കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ബ്രോക്കീസ് ഉണ്ടാക്കാം. അടിപൊളി ടേസ്റ്റ് ആണ്. കുക്കീസും ബ്രൗണിയും ചേർന്നതാണ് ബ്രോക്കീസ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒരു കുക്കീസ് കഴിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇതെങ്ങനെ വീട്ടിലെങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം. വായോ, സിമ്പിൾ ആട്ടാ. അതിനു വേണ്ടി 1/2 കപ്പ് ബ്രൗൺ ഷുഗർ, 1/2 കപ്പ് വൈറ്റ് ഷുഗർ, 1/4 കപ്പ് ബട്ടർ, ഒരു 1/2 ടീസ്പൂണ് ഉപ്പ്, ഇതെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂണ് വാനില എസൻസ്, 1 മുട്ട, റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയായിരിക്കണം, ഇതും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. നമ്മുടെ പഞ്ചസാരയൊക്കെ നന്നായി അലിഞ്ഞു കിട്ടണം. നന്നായി അലിഞ്ഞു കിട്ടിക്കഴിഞ്ഞാൽ അതിലോട്ട് 1.25 കപ്പ് മൈദ, 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് ഓപ്ഷണലാണ് ചോക്ലേറ്റ് ചിപ്സ് ചേർത്ത് കൊടുത്താൽ നല്ലതായിരിക്കും. ഞാൻ ചോക്ലേറ്റ് ചിപ്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഇനി മൂടി വെച്ച് ഫ്രിഡ്ജിൽ വെക്കാം. ബ്രൗണി തയ്യാറാവണ വരെ ഫ്രിഡ്ജിൽ വെക്കാം. 200 ഗ്രാം ചോക്ലേറ്റ് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഒഴിച്ച് ഡബിൾ ബോയിൽ മെത്തേഡിൽ അലിയിച്ചെടുക്കാം. അതപ്പോൾ അവിടെ കിടന്ന് അലിയട്ടെ. ഈ സമയം നമുക്ക് 1/2 കപ്പ് പഞ്ചസാര ബ്രൗൺ ഷുഗറും 1/2 കപ്പ് വൈറ്റ് ഷുഗറും നമുക്ക് അടിച്ച് പൊടിയാക്കിയെടുക്കാം. ഇതിലോട്ട് നമ്മൾ മുട്ട ചേർത്ത് കൊടുക്കുകയാണ്. ഓരോ മുട്ട ചേർത്ത് നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ 4 മുട്ടയാണ് ചേർത്തിട്ടുള്ളത്. ഓരോ മുട്ടയും സെപ്പറേറ്റ് ചേർത്ത് നമ്മൾ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഈ സമയം നമ്മുടെ ബട്ടറും ചോക്ലേറ്റും നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. നന്നായി മെൽറ്റായി കണ്ടില്ലേ? നല്ല സോഫ്റ്റ് പരിവായിരിക്കണം. ഇതിലോട്ട് വെള്ളമൊന്നും ചേരാൻ പാടില്ല. വെള്ളം ചേർന്നാൽ പിരിഞ്ഞു പോകും. അപ്പൊ നന്നായി സോഫ്റ്റ് ആവുക. ഇതിലോട്ട് 1/2 ടീസ്പൂണ് ഉപ്പും 1 ടീസ്പൂണ് വാനില എസൻസും നമ്മൾ നേരത്തെ മുട്ട ബാറ്റർ തയ്യാറാക്കിയിട്ടുണ്ടല്ലോ അതിലോട്ട് ചേർത്ത് കൊടുക്കുക. നമ്മുടെ ചോക്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ചെറിയ ചൂടേ ഉണ്ടാവുള്ളൂ. ആ ചെറിയ ചൂടോടുകൂടി നമ്മൾ നമ്മുടെ പഞ്ചസാര മുട്ട മിക്സിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. കൈവിടാതെ ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ചെറിയ ചൂടോടുകൂടി ഒഴിക്കുമ്പോൾ കൈവിടാതെ ഇളക്കണം. ചൂടാറിയതിനു ശേഷമാണെങ്കിൽ കുഴപ്പമില്ല. ചെറിയ ചൂടോടുകൂടിയെങ്കിൽ നല്ല കൈവിടാതെ ഇളക്കാം. കണ്ടില്ലേ നമ്മുടെ ബാറ്റർ? ഇതിലോട്ട് 1/2 കപ്പ് മൈദ, 1/2 കപ്പ് കൊക്കോ പൗഡറും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ബ്രൗണിക്കുള്ള ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചോക്ലേറ്റിന്റെ പീസ് ചേർത്ത് അതും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ബേക്ക് ചെയ്യണ ബേക്കിംഗ് ട്രേയിൽ നന്നായി പരത്തി വെക്കുക. പിന്നെ നേരത്തെ നമ്മൾ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിരിക്കുന്ന കുക്കീസിന്റെ ബാറ്റർ ഉണ്ടല്ലോ അതിതുപോലെ ലൈറ്റായി പരത്തിയിട്ട് നമ്മൾ ബ്രൗണിയുടെ മുകളിലോട്ട് നിരത്തി വെക്കുക. കുറച്ച് ടേസ്റ്റ് കൂടാനും ഭംഗിക്കും കൂടി ചോക്ലേറ്റിന്റെ പീസ് മുകളിലായിട്ട് നിരത്തി വെക്കുക. ഇനി നമ്മൾ 150 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ 30 മുതൽ 40 മിനിറ്റ് വരെ നമ്മൾ ബേക്ക് ചെയ്തെടുക്കണം. കണ്ടില്ലേ? അടിപൊളി വന്നിട്ടുണ്ട്. കണ്ട, നന്നായി പൊന്തി വന്നിട്ടുണ്ട്. നമ്മുടെ ഈ കുക്കീസിന്റെ ബാറ്ററും ബ്രൗണി ബാറ്ററും കൂടി ചേരുമ്പോഴാണ് നമുക്ക് ബ്രോക്കീസ് കിട്ടണേ. നമ്മുടെ ഈ ചോക്ലേറ്റ് ഒക്കെ നന്നായി മെൽറ്റായിട്ട് അവിടെ ഇരിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്രയ്ക്ക് മെൽറ്റായിട്ട് വരും നമ്മുടെ വായിലോട്ട്. അതിനാണ് ചോക്ലേറ്റ് പീസ് ഇടുന്നത്. ഇനി നമ്മൾ കത്തി ജസ്റ്റ് ഒന്ന് ചൂടാക്കാം. ചൂടാക്കിയതിന് ശേഷം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക.
അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് കട്ട് ചെയ്യാനും പറ്റും, കട്ട് ചെയ്യുമ്പോൾ ഒട്ടി പിടിക്കില്ല. അങ്ങനെ നമ്മുടെ ബ്രോക്കീസൊക്കെ നന്നായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പീസ് എടുത്ത് നോക്കാം. കണ്ടില്ലേ, ആ ചോക്ലേറ്റ് ഇട്ടത് കാരണം അതിൻ്റെ ചോക്ലേറ്റ് നല്ല മെൽറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ തന്നെ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഓവനിലാണ് ചെയ്തത്. നിങ്ങളെല്ലാവരും നമ്മളെ സ്റ്റൗവിൽ വെച്ചും ചെയ്യാം കേട്ടോ. അപ്പം ഇനിയും പുതിയ വീഡിയോസായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്. ബൈ ബൈ ഫ്രണ്ട്സ്.